ഹായ് നമസ്കാരം. നമ്മുടെ സ്പോർട്സ് കേരളം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നവംബർ 21, 2024 ഇന്ന് ഫുട്ബോൾ അപ്ഡേറ്റാണ്. നമുക്കറിയാം, ഏതാനും ദിവസങ്ങളായി ഇൻ്റർനാഷണൽ ബ്രേക്കായിരുന്നു. ക്ലബ്ബുകൾക്കൊന്നും മത്സരം ഉണ്ടായിരുന്നില്ല. ഈ ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞ് നാളെ വീണ്ടും ക്ലബ്ബുകൾ തമ്മിലുള്ള മത്സരം തുടങ്ങുന്നുണ്ട്. പ്രീമിയർ ലീഗിലൊക്കെ മറ്റന്നാളൊക്കെ പ്രമുഖ ടീമുകൾക്കൊക്കെ കളികളുണ്ട്. അപ്പോൾ നമ്മൾ അന്താരാഷ്ട്ര ബ്രേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഈ അന്താരാഷ്ട്ര ബ്രേക്ക് തുടങ്ങിയത് നമ്മുടെ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു വണ്ടർ ഗോളോട് കൂടിയായിരുന്നു. ഒരു 35 വയസ്സുകാരനിൽ നിന്ന് ലോകം പ്രതീക്ഷിക്കാത്ത ഒരു ബൈസിക്കിൾ കിക്ക് വഴിയുള്ള ഒരു ഗോൾ. ആ ഗോളോടുകൂടി നമുക്കറിയാം, ക്രിസ്ത്യാനോ റൊണാൾഡോ 1000 ഗോൾ എന്ന നേട്ടത്തിലേക്ക് ഒന്നുകൂടി അടുത്തു. ഇനി ഏതാണ്ട് 60-ൽ പരം ഗോളുകൾ കൂടി നേടിയാൽ അദ്ദേഹത്തിന് 1000 ഗോൾ തേക്കാം. പരിക്കൊന്നുമില്ലെങ്കിൽ ഇങ്ങനെ കളിക്കുകയാണെങ്കിൽ അടുത്ത സീസണിൻ്റെ അവസാനത്തോടു കൂടി അദ്ദേഹം തേക്കുമെന്ന് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഇൻ്റർനാഷണൽ ബ്രേക്ക് അവസാനിച്ചത് മറ്റൊരു സൂപ്പർ താരമായ ലയണൽ മെസ്സിയുടെ ഒരു അസിസ്റ്റോട് കൂടിയാണ്. ഈ അസിസ്റ്റോട് കൂടി ലയണൽ മെസ്സി അന്താരാഷ്ട്ര ഫുട്ബോൾ രംഗത്ത് ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നൽകിയ താരമായി മാറി. ഇപ്പോൾ 58 അസിസ്റ്റുമായി അമേരിക്കൻ താരം ഡോണോവാനുമായി ഒന്നാം സ്ഥാനം പങ്കിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ രണ്ട് സൂപ്പർ താരങ്ങളുടെയും അതേ കാറ്റഗറിയിലാണെന്ന് പറയപ്പെടുന്ന നോർവേയുടെ എർലിംഗ് ഹാലൻഡിനും ഈ ആഴ്ച വളരെ മികച്ചതായിരുന്നു. 2 മത്സരങ്ങളിൽ അദ്ദേഹം ഒരു ഹാട്രിക് അടക്കം 4 ഗോളാണ് നേടിയത്. ഈ ഹാട്രിക്കോടുകൂടി, ഈ 4 ഗോളോടുകൂടിൻ്റെ ബലത്തിൽ നോർവേ അടുത്ത റൗണ്ടിലേക്ക് ബി ഡിവിഷനിൽ നിന്ന് എ ഡിവിഷനിലേക്ക് പ്രൊമോഷൻ നേടുകയും ചെയ്തു. ലോകകപ്പ് യോഗ്യതയ്ക്ക് വേണ്ടിയുള്ള മത്സരങ്ങളിൽ ബ്രസീലിനാണ് അല്പം കാലിടറിയത്. 2 മത്സരങ്ങളും അവർക്ക് ജയിക്കാനായില്ല. സമനിലകൾ മാത്രമേ കിട്ടിയുള്ളൂ. സമനില മാത്രം ആയതുകൊണ്ട് തന്നെ അവർ ഒരു പടി താഴോട്ടാണ് പോയത്. ഇപ്പോൾ അവർ ലോകകപ്പ് യോഗ്യതയ്ക്ക് വേണ്ടിയുള്ള തെക്കേ അമേരിക്കൻ ഗ്രൂപ്പിൽ 5ാം സ്ഥാനത്താണ് ഉള്ളത്. നമുക്കറിയാം, തെക്കേ അമേരിക്കയിൽ നിന്ന് 6 ടീമുകൾക്കാണ് യോഗ്യത നേടാൻ കഴിയുക. 7ാമത്തെ ടീമിന് പ്ലേ ഓഫ് വഴിയും നേടാൻ കഴിയും. അതേസമയം യുഎഫ നാഷൻസ് ലീഗ് കപ്പിന് വേണ്ടിയുള്ള മത്സരങ്ങളിൽ നമുക്കറിയാം, സ്പെയിൻ 2 മത്സരവും വിജയിച്ചു. സ്പെയിൻ മാത്രമാണ് എ ഡിവിഷനിൽ 2 മത്സരവും വിജയിച്ച് 1ാം സ്ഥാനത്തോടു കൂടി ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചത്. ഫ്രാൻസും അതേപോലെ ജർമ്മനിയും പോർച്ചുഗലും ഒക്കെ 1ാം സ്ഥാനത്തോടു കൂടി തന്നെയാണ് നാഷൻസ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിച്ചത്. ഈ യുഎഫ നാഷണൽസ് കപ്പിൽ നമുക്കറിയാം, സ്വീഡൻ്റെ ഗ്യോക്കിറസിനും ഈ ആഴ്ച വളരെ മെച്ചപ്പെട്ടതായിരുന്നു. നമുക്കറിയാം, അദ്ദേഹം പോർച്ചുഗീസ് ലീഗിലും ചാമ്പ്യൻസ് ലീഗിലുമൊക്കെ ഈ പ്രാവശ്യം എർലിംഗ് ഹാലൻഡിനേക്കാൾ ഒരു പടി മുമ്പിലാണ് ഗോൾ അടിക്കുന്ന കാര്യത്തിൽ. നമുക്കറിയാം, മാഞ്ചസ്റ്റർ സിറ്റിയും സ്പോർട്ടിംഗ് ലിസ്ബണും തമ്മിൽ ഈ മാസം ആദ്യം നടന്ന മത്സരത്തിൽ അദ്ദേഹം ഒരു ഹാട്രിക് നേടിയിരുന്നു. ആ ഹാട്രിക്കിൻ്റെ ബലത്തിനാണ് അവർ 4-1 സിറ്റിയെ തകർത്ത് വിട്ടത്. അദ്ദേഹം ഈ ആഴ്ചയും നമുക്കറിയാം 5 ഗോളുകളാണ് നേടിയത്. അസർബൈജാനെതിരെ 4 ഗോളും ആദ്യം നടന്ന മത്സരത്തിൽ 1 ഗോളും ഉൾപ്പെടെ 5 ഗോൾ. ഈ 5 ഗോളിൻ്റെ ബലത്തിൽ സ്വീഡൻ അടുത്ത ഘട്ടത്തിലേക്ക് കയറുകയും ചെയ്തു. ഇനി നമ്മൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം, ഇന്നലെ സന്തോഷ് ട്രോഫി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നടന്ന മത്സരത്തിൽ കേരളം റെയിൽവേയെ ഒറ്റ ഗോളിന് പരാജയപ്പെടുത്തി. കോഴിക്കോടിൻ്റെ 21 വയസ്സുകാരൻ മുഹമ്മദ് അജിസലാണ് ഗോൾ നേടിയത്. അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമാണ്. ഇപ്പോൾ ലോണിൽ ഗോകുലം എഫ്സിക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കേരളത്തിൻ്റെ ഗ്രൂപ്പിൽ ഉള്ള ടീമുകൾ ലക്ഷദ്വീപും പോണ്ടിച്ചേരിയുമാണ്. വിജയിക്കുന്ന ടീമിന് അടുത്ത റൗണ്ടിലേക്ക് മുന്നേറും. പിന്നെ മറ്റൊരു അപ്ഡേറ്റ് പറയാനുള്ളത്, നമുക്കറിയാം, ഇന്ന് ദേശീയ മാധ്യമങ്ങളിലൊക്കെ ചർച്ച ചെയ്തിരുന്നത് ലയണൽ മെസ്സിയും അർജൻറ്റീന ടീമും 2025 കേരളത്തിൽ കളിക്കാൻ വരുന്നതിനെക്കുറിച്ചാണ്.
നമുക്ക് അത് അങ്ങനെ ഒരു കളി ഇവിടെ കാണാൻ പറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഫുട്ബോൾ അപ്ഡേറ്റ് ഉള്ളത്. അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെ നമസ്കാരം. താങ്ക് യു.